Hi friends, ഇന്ന് നമുക്ക് ഉണ്ടംപൊരി അല്ലെങ്കിൽ ഗുണ്ട് ഗോതമ്പുണ്ട അങ്ങനെയൊക്കെ പറയുന്ന ഒരു തട്ടുകടയിൽ കിട്ടുന്ന ഒരു 4 മണി സ്നാക്സ് ഒരു ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ ഇവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഈ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഞാൻ പാളയംകോടൻ പഴം 3 പാളയംകോടൻ പഴവും ഒരു ചെറിയ ഒരു പീസ് തേങ്ങാക്കൊത്ത്, പിന്നെ ഞാൻ ശർക്കര ഇവിടെ 1/2 കിലോ ഉരുക്കി വെച്ചിട്ടുണ്ട്. 1/2 കിലോ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, ഇത്രയും ആവശ്യമില്ല. നമുക്കിത് യോജിപ്പിച്ചെടുക്കാനുള്ള ഒരു പാകത്തിന് നമുക്കിതിന് ആവശ്യത്തിന് എടുക്കാം. ഞാൻ ഇനിയിപ്പം ഇതിലേക്ക് നമുക്ക് സോഡാപ്പൊടി വളരെ കുറച്ച് നമുക്കൊരു 1/4 ടീസ്പൂണോളം സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. സോഡാപ്പൊടി കൂടിക്കഴിഞ്ഞാൽ ഒരു ഉപ്പ് രസം പോലെ ടേസ്റ്റിന് ആ ഒരു ടേസ്റ്റ് വരും. ഇത് നമുക്കൊരു ചെറിയൊരു പിഞ്ച് ഉപ്പ്, അത് ആ മധുരം നമുക്കൊരു ലെവലാവാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പഴവും കൂടി അതിൻ്റെ തൊലി ഒന്ന് പൊളിച്ചിട്ട് നമുക്ക് ഇതിനകത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഴം നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് ഉടച്ച് ചേർക്കാം, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഏകദേശം ഒരു 150-200 ഗ്രാമോളം ഗോതമ്പ് പൊടി, ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് വേറെ മൈദയോ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ശർക്കര പാനിയാക്കിയതും കൂടി നമുക്ക് കുറേശ്ശെ ഒഴിച്ചൊഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. വളരെ കുറച്ച് ശർക്കര മധുരം അനുസരിച്ച് ചേർത്താൽ മതി, ബാക്കി നമുക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇത് തേങ്ങാക്കൊത്ത് നമുക്ക് ലാസ്റ്റിൽ ഇതിപ്പം ഇത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്കിതൊന്ന് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം എടുക്കുമ്പോൾ നമുക്ക് തേങ്ങാക്കൊത്തൊന്ന് നെയ്യിൽ വറുത്ത് ഇട്ട് എടുക്കാം. ഇതിലേക്ക് നമുക്ക് ശർക്കര പാവ് കാച്ചിയതും കൂടി അതിൻ്റെ ആ ഒരു ആ പതയൊന്ന് മാറ്റിയിട്ട് നമുക്കതിൽ നിന്ന് കുറേശ്ശെ ഒഴിച്ച് നമുക്ക് മധുരത്തിനനുസരിച്ച് മധുരം എത്രത്തോളം വേണോ അത്രയും എടുത്ത് നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാനിപ്പം ശർക്കര ഒഴിച്ച് ഏകദേശം മധുരം ഒരു മധുരത്തിനനുസരിച്ച് ഞാൻ ശർക്കര ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ഒന്ന് മയം പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളവും കൂടി ഒഴിക്കാം. ശർക്കരയിൽ മാത്രം എടുക്കരുത്. ശർക്കരയിൽ മാത്രം ഇപ്പോൾ ശർക്കര ഒഴിക്കുമ്പോൾ പാകത്തിന് മധുരവും കിട്ടി, നിങ്ങൾക്കത് കറക്റ്റ് കുഴച്ചിടാനുള്ള ലെവലായെങ്കിൽ പോലും കുറച്ച് പൊടിയും കൂടെ ചേർത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ചേർത്ത് കുഴക്കണം. അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്ന ഈ ഉണ്ടംപൊരി മയം കിട്ടാതെ പോകും. ഇതിനിപ്പോൾ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് എല്ലാവർക്കും അറിയാം, ഏകദേശം നമുക്ക് കയ്യിൽ നിൽക്കുന്ന പരുവത്തിന് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഏകദേശം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. നമുക്ക് കുറച്ച് കൈ നനച്ചിട്ട് ഉരുട്ടിയെടുത്ത് നമ്മുടെ ഉരുളയുടെ ആവശ്യത്തിന് ആ വലിപ്പം അനുസരിച്ച് എണ്ണയിലിടാനുള്ള പരുവം. ഇതിനി നമ്മൾ 2 മണിക്കൂർ കറക്റ്റ് പറഞ്ഞാൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇത് കുറച്ചും കൂടി നന്നായിട്ടൊന്ന് പൊങ്ങി വരും. അതുവരെ നമുക്കൊന്ന് 2 മണിക്കൂർ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഏകദേശം 2 മണിക്കൂറോളം ഞാൻ ഇത് റെസ്റ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിപ്പം കുറച്ചുകൂടി ഒന്ന് ടൈറ്റായി, നമുക്കതിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ലൂസാക്കാം. കാര്യം ഒന്ന് ടൈറ്റ് ആയതുകൊണ്ടാണ്. ആദ്യമേ കുറച്ചും കൂടെ ലൂസാക്കി വെച്ചിരുന്നെങ്കിൽ ഇതിപ്പം കുറച്ചൊന്ന് നമുക്കിപ്പം വെള്ളം ഒഴിക്കേണ്ടി വരത്തില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ എടുത്ത് വെച്ചതിൽ നിന്ന് കുറച്ചും കൂടി 2 മണിക്കൂർ ഇരുന്നപ്പോഴത്തേക്കിനും ഒന്ന് ടൈറ്റ് ആയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു. അടുപ്പിൽ ആ സമയത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തിടാനായിട്ട്. നമുക്ക് ആ സമയത്ത് അതും കൂടി അങ്ങ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം നമുക്ക് ആ തേങ്ങ വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. തേങ്ങയും കൂടി അതിനകത്തിട്ട് കൊടുക്കാം. ഞാനൊരു കുറച്ച് മാത്രമേ തേങ്ങ എടുത്തിട്ടുള്ളൂ. ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഏകദേശം തേങ്ങ മൂത്തിട്ടുണ്ട്. നമുക്കിത് ഞാൻ ഇതിനകത്ത് ഓയിലല്ല ഒഴിച്ചത്, നെയ്യാണ്. ഞാൻ പെട്ടെന്ന് എല്ലാ കുക്കിങ്ങിലും ഓയിൽ പറയുന്നത് കാരണം ഞാൻ ഓയിലെന്നങ്ങ് പറഞ്ഞതാണ്. ഇതിപ്പോൾ ഓയിലല്ല, ഞാൻ നെയ്യാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ഇനി നമുക്ക് ഇതിൻ്റെ കുക്കിങ്ങിൻ്റെ ലാസ്റ്റ് പ്രോസസ്സിംഗ് ആണ്. ഇനി നമുക്ക് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാനുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഞാൻ ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഏകദേശം ചൂടായി വരുന്നുണ്ട്. നമുക്കിത് ഞാൻ വെള്ളം ഒന്ന് കയ്യിൽ നനച്ചിട്ട് നമുക്ക് കയ്യും വെച്ച്, ഇത് ചെറിയ ഉരുള, ഞാനിപ്പം ചെറിയ ചീനിച്ചട്ടി ആയതുകൊണ്ടും കടയിലൊക്കെ നിങ്ങൾക്ക് കാണാം വലിയ ഇതിനകത്താണ് എടുക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ചെറുതായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ കോരി ഇങ്ങനെ ഇട്ട് കൊടുക്കാവുന്ന രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. ഇത് നമുക്ക് സ്പൂൺ കൊണ്ട് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. സ്പൂൺ കൊണ്ടാണെങ്കിൽ ഞാൻ ജസ്റ്റ് സ്പൂൺ കൊണ്ട് കൂടി കാണിക്കാം. ഇതുപോലെ വെള്ളം നനച്ചിട്ട് നമുക്കൊന്ന് സ്പൂൺ കൊണ്ട് കോരി എടുക്കുകയാണെങ്കിൽ ആ സ്പൂണിൽ നിന്ന് പെട്ടെന്ന് അതിനകത്തോട്ട് വിട്ടു പോകും. അപ്പോൾ തീയൊന്ന് നമുക്ക് മീഡിയം തീയിലിട്ടിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ ഓരോ തവണയും നമ്മൾ സ്പൂൺ വെച്ച് എടുക്കുമ്പോൾ വെള്ളം തൊട്ടിട്ട് മാത്രം എടുക്കുക. നമുക്കൊന്ന് സിമ്മിലിട്ടിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. കാര്യം അല്ലെങ്കിൽ നന്നായിട്ട് ഇത് ഇട്ടപ്പോൾ തന്നെ ജസ്റ്റ് നമുക്ക് കാണാം നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഉള്ളും കൂടി വെന്ത് കിട്ടണം. സ്പൂണിലെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, വെള്ളത്തിൽ നമ്മൾ സ്പൂണ് ഡിപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് വെള്ളത്തിൽ നിന്ന് ഓരോ തവണയും നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുക്കുക. പിന്നെ കൈകൊണ്ട് എടുത്തിടാൻ വശമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കൈകൊണ്ട് തന്നെ കൈ ഓരോ തവണയും നമ്മൾ വെള്ളത്തിൽ നനയ്ക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ചെയ്ത് ഫുള്ള് ചെയ്തെടുക്കാം. ഏകദേശം ഞാൻ എല്ലാം തന്നെ ഇതുപോലെ സ്പൂണ് വെച്ചും കൈയും വെച്ച്, ഏറ്റവും കൂടുതൽ എനിക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് കൈയും വെച്ചെടുത്തിടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു അളവിനനുസരിച്ച്, എണ്ണയുടെയും പാത്രത്തിൻ്റെയൊക്കെ അളവനുസരിച്ച് നമുക്ക് ചെറുതാക്കുകയോ വലുതാക്കുകയോ ചെയ്യാം. ഇപ്പോൾ ഞാൻ എല്ലാ ഉണ്ടംപൊരി അല്ലെങ്കിൽ ഗുണ്ട് എന്ത് വേണമെങ്കിലും ഇതിന് പലയിടത്തും പല പേരാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാനിവിടെ ഉണ്ടംപൊരി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിത് ഇനി ചായക്ക് നമുക്ക് കഴിക്കുക മാത്രം. ഇത് നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇത് പിന്നെ മൂത്ത് പോയോന്ന്, പക്ഷേ ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ഉണ്ടംപൊരിയുടെ റിയൽ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കര, ഗോതമ്പ് ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞ് നമുക്ക് എണ്ണയിൽ ഇടുമ്പോൾ തന്നെ ആ ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ കളർ, ഉണ്ണിയപ്പം ഈ സെയിം കളറാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്, ഇത് തന്നെയാണ് സെയിം കളറ്. അപ്പം നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ല ചൂടുണ്ട്. അപ്പം ഇതുപോലെ നല്ല ചൂടായിട്ട് ഉണ്ടംപൊരി ഉണ്ടാക്കി ചായക്കൊപ്പം കഴിക്കുക. കുട്ടികൾക്കും എല്ലാവർക്കും മുതിർന്നവർക്കും ഒക്കെ വളരെയേറെ ഇഷ്ടപ്പെടും. ഷുഗർ ഉള്ളവർക്ക് വളരെ കുറച്ച് മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.